ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ അലീനയും മനുവിനെയും കേട്ടോ ആദ്യം തന്നെ സീനിലേക്ക് കാണിക്കുന്നത്. രണ്ടും നല്ല റൊമാൻറ്റിക് സീനിലാട്ടോ രണ്ടാളും ഉള്ളത്. അങ്ങനെ ചായയും കൊണ്ടാട്ടോ അലീന മനുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്. എന്നിട്ട് മനു പറയാണ്, ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങി, എല്ലാവർക്കും നമ്മളെ ഒന്നിച്ച് കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന പറയാണ്, അതാരാണപ്പോൾ അങ്ങനത്തെ ഒരാൾ പറയാണ്. അപ്പോൾ പറയാണ്, നമ്മളെ മനസ്സ് നന്നായാൽ മതി, മനസ്സ് തന്നെയാണ് ഓനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരി എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അതിനുള്ള മറുപടി ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, അതിൽ ഞാൻ തൃപ്തിയല്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് മനു പറയാണ്, എന്താ നിന്നെ അടുത്ത പരിപാടി എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്കൊരു ജോലി കണ്ടെത്തി തരണം, അത്ര വരെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ, എനിക്ക് മാറണം, എത്രയും പെട്ടെന്ന് മാറണം, ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ ഭഗവതിക്കും കൃഷ്ണമോക്കും രോഹിത്തിന് അവരെ അമ്മയെ തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. അതിനിടയിൽ മനു ചോദിക്കുന്നുണ്ട്, യുദ്ധത്തിന് വന്ന പടയാളികൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, യുദ്ധത്തിന് വന്നിട്ട് ക്ഷീണം പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്, ഇതുവരെ എണീറ്റിട്ടില്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അലീന പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിൽ നിന്ന് മാറേണ്ട സമയം എടുത്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയെന്നാണ് പറയുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, പോവാനാ, എങ്ങോട്ട് പോകാമെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, പോകണം, ഞാൻ പോയാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നം തീരൂ എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, നീ പോയാൽ ഇവിടുത്തെ പ്രശ്നം തീരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അതൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പോയാൽ ഒരു പരിധിവരെ ഇവിടുത്തെ പ്രശ്നം തീരുമെന്നാണ് ഞാൻ വിചാരിക്കണതെന്ന് പറയാണ്. അപ്പോൾ അലീന പോയാൽ ഞാനും രോഹിയും കൃഷ്ണമോളും ബബിതയും ഭരേന്ദ്രൻ ഞങ്ങളും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ മനുവേട്ടാന്ന് പറയാണ്. ഈ പ്രശ്നം തീരാൻ ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, എല്ലാം തീരുമാനിച്ചിട്ടാണ് എന്നോട് വന്ന് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീനയോട് പിണങ്ങി നിൽക്കുക കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മുഖം വെറുപ്പിച്ച് നിന്നാൽ ബാക്കി കേൾക്കണ്ടല്ലോ, എന്നാൽ ഞാൻ പോവാന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, ബാക്കിയോ, എന്ത് ബാക്കി പറയുന്നാൽ എന്ന് പറയാണ്. അങ്ങനെ അലീന ബാക്കി പറയാണ്, എനിക്കൊരു ജോലി വേണം, പക്ഷെ ഞാൻ എങ്ങോട്ട് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറയാണ്. മനുവേട്ടൻ എനിക്കൊരു ജോലി ശരിയാക്കി തരണം എന്ന് പറയാണ്. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞു, നോക്കട്ടെ എന്നൊക്കെ പറയാണ്. അതിനിടയിൽ അലീന ചോദിക്കുന്നുണ്ട്, മനുവിൻ്റെ സങ്കടം കണ്ടിട്ട് അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഓക്കെ ആണോ എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ ഓക്കെ അല്ല. അപ്പോൾ മനു പറയാണ്, ഇതിനിടയിൽ രഞ്ജിനി ഒരു പ്രാവശ്യം എന്നോട് ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു, ഞാൻ ഓക്കെ അല്ല അലീന എന്ന് പറയാണ്. ഓക്കെ ആവുമായിരിക്കും എന്നും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ല അലീന, എങ്ങനെ ശരിയാവുമെന്നും അറിയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒരു റൊമാൻറ്റിക് സീൻ വരുന്നത് പോലെ തോന്നി. അത് കലവിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അലീന കൈ നീട്ടുക കേട്ടോ. കൈ നീട്ടിയിട്ട് മനു വിചാരിച്ചു എനിക്ക് കൈ തരാനാണെന്ന്. അങ്ങനെ മനു കൈ കൊടുക്കുക കേട്ടോ, കൈ നീട്ടി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അലീന പറയാണ്, അയക്കേടാ, കൈയല്ല എനിക്ക് വേണ്ട, എനിക്ക് ഗ്ലാസ്സാണ് വേണ്ടതെന്ന് പറയാം. അങ്ങനെ മനു പറയാണ്, ഇതത്ര വലിയ വെയിറ്റൊന്നും ഇല്ലല്ലോ, ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയാണ്. അങ്ങനെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് കയറി പോവാം കേട്ടോ. അപ്പോൾ മനു മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ആ കൈ തന്നാൽ ചിലപ്പോൾ ശരിയായി പോയേനെ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമോള് ഉറങ്ങി എണീറ്റ് വരുന്ന സീനാട്ടോ കാണിക്കുന്നത്. ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ കൃഷ്ണമോള് അലീന ചേച്ചി എന്ന് ഉറക്കെ കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയില്ല. എന്നിട്ട് ലാസ്റ്റ് അലീന വരികയാണ്. അലീന വന്നതിന് ശേഷം പറയാണ്, അതിന് ഉറക്കെ വിളിച്ച് പറയാൻ, ഇത് നമ്മളെ വീടല്ല എന്ന് പറയാണ്. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, നമ്മളെ വീട് അല്ലെങ്കിൽ എന്താ, ഒരേ ആൾക്കാരല്ലേ ഇവിടെ താമസിക്കുന്നത്, അതോടെ ഞാൻ അലീന ചേച്ചിന്ന് വിളിച്ചത് പറഞ്ഞു. അങ്ങനെ അലീന ചേച്ചിയോട് ഒരു ചായയും ചോദിക്കുക കേട്ടോ. ഒരു ചായയും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ബബിത ഉറങ്ങിയിട്ട് വരാണ്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ചായ ഉള്ളൂ, നമുക്കൊന്നും ചായ ഇല്ലേ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബബിതക്കും ചായ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അലീന ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ അടുത്ത പ്ലാൻ എന്താ, മാഡം വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബബിതയും കൃഷ്ണമോളും തമ്മിൽ നോക്കുക കേട്ടോ. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് അലീന നോക്കി ചിരിക്കുകയാണ്. ആ സമയത്ത് രോഹിത് ഇറങ്ങി വരികയാണ്. രോഹിത് പറയുന്നുണ്ട്, ആ
അലിനേച്ചി ഞങ്ങൾക്കൊരു ചായ വേണം എന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുന്നവരെ നമ്മൾ ഇവിടുന്ന് ഇവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഭൂരിപക്ഷമുള്ള ആൾക്കാരാണ്, അമ്മയും കൂട്ടിച്ചേർത്ത് നമ്മൾ 5 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഭൂരിപക്ഷത്തിലാണ്. അമ്മ ഈ വീട് പിടിച്ചടക്കും, എന്നാലേ നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കും, എന്നാലേ നമ്മളെ കൂടെ അമ്മ വരൂ എന്നൊക്കെ രോഹിത് പറയാം കേട്ടോ. പിന്നെ രോഹിത് ചോദിക്കുന്നുണ്ട് ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, കടലക്കറ, മട്ടൻ, ബീഫ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് കടല പുതിർക്കാൻ മറന്നുപോയി എന്ന് പറയാണ്. അപ്പോൾ അലീന തമാശയോട് പറയാണ് രോഹിത്തിനോട് ഇത് ഓൾറെഡി അത് നമ്മളെ വീടല്ല, ഇത് അങ്കിളുടെ വീടാണ് എന്ന് പറയുന്നത്. അപ്പോൾ രോഹിത് പറയാണ് അവരെ ഗസ്റ്റല്ലേ നമ്മൾ, അപ്പോൾ നമ്മളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് മനോജിൻ്റെ അനിയത്തി വരികയാണ് കേട്ടോ. മനോജിൻ്റെ അനിയത്തിയോട് പറയാണ് ഞങ്ങളെ അമ്മയെ വിട്ടു തന്നോളം, അല്ലെങ്കിൽ നമ്മൾ ഈ വീട് കീഴടക്കും എന്നൊക്കെ പറയാണ്. സമയത്ത് അലീന അവർക്കൊരു ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കമലേനെയും ശിവേട്ടനെയും ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത്ര രാവിലെ ആയിട്ടും ഉറങ്ങിയെണീക്കുന്നില്ലേ എന്നാൽ ശിവേട്ടൻ കമലയോട് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയാണ് ഞാൻ ഉറങ്ങിയെണീക്കുന്നു, ഇന്ന് വരുന്നേ ഇല്ല, എന്നാൽ എന്താ അവർ ചെയ്യാൻ നോക്കട്ടെ, അവർ രാവിലെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. എനിക്ക് വയ്യ എല്ലാവരുടെയും മുഖം കാണാൻ വേണ്ടിയിട്ട്, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറയാണ്. അതിനിടയിൽ ശിവേട്ടൻ കമലക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മുന്നേ ആണെങ്കിൽ രാമപുരം വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ രാമപുരം ഇഷ്ടപ്പെടാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കമലയിട്ട് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശിവേട്ടൻ വാതിൽ തുറക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണമോള് ചായ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ചായ അപ്പോൾ ശിവൻ ചോദിക്കുന്നത് ഇത്ര രാവിലെ എണീറ്റോ, ചായ ഒക്കെ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ താങ്ക് യു എല്ലാം പറഞ്ഞ് കൃഷ്ണമോള് കമലയുടെ അടുത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. ഇത് ആൻറ്റി ചായ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല പറയാണ് എനിക്ക് ചായ വേണ്ട, അവിടെ വെച്ചേക്ക് എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കുടിക്കാൻ ആൻറ്റി പറയാണ്. അത് കഴിഞ്ഞ് ബബിത ലഘുഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നത് ഇത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബബിത പറയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ലഘുഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് പിറകെ വരും, പുട്ട്, സാൻഡ്വിച്ച്, അങ്ങനെ കുറേ ലിസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലയുടെ ഫേസ് കാണേണ്ടതായിരുന്നു. പിന്നെ ബബിത പറയുന്നുണ്ട് ഉച്ചക്കേക്ക് വലിയൊരു ലഞ്ച് തന്നെ ഉണ്ടാക്കണം, മട്ടൻ വേണം 2 കിലോ, ചിക്കൻ മേടിക്കണം, അരി മേടിക്കണം, പച്ചക്കറി മേടിക്കണം, ഒരു ഫുഡ് ഫെസ്റ്റിവൽ തന്നെ ഇന്ന് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അങ്കിള് മാർക്കറ്റിൽ പോകണം എന്നൊക്കെ പറയാണ്. ആ സമയത്തൊക്കെ കമലയുടെ ഫേസ് കാണേണ്ടതായിരുന്നു. ഒരു ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഇവരുടേത്. പിന്നെ അടുക്കളയിൽ അലീനനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കൃഷ്ണമോളും ബബിതയൊക്കെ. കൃഷ്ണമോൾ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്, അതിന് തേങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് വൈജയന്തി അടുക്കളയിലേക്ക് വന്നത്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളിവിടെ ചെയ്യുന്നത്, കമലേട്ടത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ അടുക്കളയിൽ കയറിയതൊക്കെ ചോദിക്കുന്നുണ്ട്. ബബിത അതിന് കറക്റ്റ് തട്ടിന് മുട്ട് എന്ന് ഉത്തരം പറഞ്ഞ് വൈജയന്തിയെ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി ചോദിക്കുകയാണ് ഈ അടുക്കളയിൽ എന്ത് ചെയ്യാണ്. അപ്പോൾ ബബിത പറയാണ് ചപ്പാത്തിയും ചോറും കറിയും വെച്ച് കളിക്കുക ആണ് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ് ഞാൻ വരണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളീ ചെയ്യുന്നതെങ്കിൽ ഞാൻ വരുന്ന നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഞാൻ ആവാശിയിലാണുള്ളത് എന്ന് പറയാണ്.